നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കുമിയുന്ന കള്ളപ്പണം. രാജ്യത്ത് കള്ളപ്പണവേട്ട ശക്തമാക്കി ആദായ നികുതി വകുപ്പും CBIയും. വ്യവസായി ശേഖർ റെഡ്ഡിയുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത് 131 കോടിയും 171 കിലോ സ്വർണവും. റെയ്ഡിനെ തുടർന്ന് റെഡ്ഡി ചെന്നൈയിൽ അറസ്റ്റിൽ. ശേഖർ റെഡ്ഡിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന തമിഴ്നാട് ചീഫ് സെക്രട്ടറി P. രാമമോഹനറാവുവിന്റെ ഔദ്യോഗിക വസതി ഉൾപ്പെടെ 13 ഇടങ്ങളിൽ റെയ്ഡ്. ചീഫ് സെക്രട്ടറിയുടെ മകന്റെ ബംഗളൂരുവിലെ വീട്ടിൽ നടന്ന പരിശോധനയിൽ പിടിച്ചെടുത്തത് 18 ലക്ഷം രൂപയുടെ കള്ളപ്പണവും 3 കിലോ സ്വർണവും. വ്യക്തികൾക്ക് പുറമെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചും വ്യാപക പരിശോധന. അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിൽ 500 കോടിയുടെ കള്ളപ്പണ നിക്ഷേപം കണ്ടെത്തിയതായി സൂചന. റായ്ഗഡിൽ 11 ജൻധൻ അക്കൗണ്ടുകളിലും കോടികളുടെ കള്ളപ്പണം. കേരളത്തിലും പഴുതടച്ച പരിശോധനയുമായി ആദായ നികുതി വകുപ്പ്. കൊല്ലം, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് സഹകരണ ബാങ്കുകളിൽ സംശയമുള്ള അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. കൊച്ചിയിൽ കറൻസി മാറ്റി നൽകുന്ന സംഘത്തിലെ 3 പേർ കസ്റ്റഡിയിൽ. ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് 37.5 ലക്ഷം. ആരോപണവും മറുപടിയും. പ്രധാനമന്ത്രിക്കെതിരായ രാഹുലിന്റെ ആരോപണങ്ങൾക്ക് BJPയുടെ മറുപടി. ഹെലികോപ്റ്റർ ഇടപാടിൽ കുടുംബത്തിന്റെ പേര് വന്നതിന്റെ നിരാശയിലാണ് രാഹുലെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. മുനിസിപ്പാലിറ്റി ഭരണം പോലും ജനങ്ങൾ കോൺഗ്രസിനെ ഏൽപ്പിക്കുന്നില്ല. മോദിക്കെതിരെ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമെന്നും വിശദീകരണം. മോദിക്കെതിരായ രാഹുലിന്റെ ആരോപണം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെയും അതിനുശേഷവും സഹാറ ബിർള ഗ്രൂപ്പിൽ നിന്ന് 40 കോടി കൈക്കൂലി വാങ്ങിയെന്ന്. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളിൽ പണം കൈമാറിയതിന്റെ തെളിവുണ്ടെന്നും എന്നാൽ അന്വേഷണം നടക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി. വിവാദം വന്ന വഴി. എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി പോലീസ്. ഇപ്പോൾ പ്രചരിക്കുന്നത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ. 5 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് ക്യാമ്പസിലെ പൊതുമുതൽ നശിപ്പിച്ചതിന്. മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ചുമർ ചിത്രം എഴുതിയെന്ന പ്രിൻസിപ്പലിന്റെ പരാതി ലഭിച്ചത് കഴിഞ്ഞ ദിവസം. ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തിവരുന്നതായും വിശദീകരണം. അതിനിടെ റിമാൻഡിലായ 5 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് കോടതി. ക്യാമ്പസിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായതോടെ ചുവർ ചിത്രം എഴുതിയവർക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കാൻ തയ്യാറായി പ്രിൻസിപ്പാൾ. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും കോളേജിൽ നടന്ന അനുരഞ്ജന ചർച്ചയിൽ തീരുമാനം. മറച്ചുവെക്കാത്ത നീരസം. കോൺഗ്രസ് പുനഃസംഘടനയിൽ പരാതിയില്ലെന്ന് ഉമ്മൻചാണ്ടി. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന്റെ തീയതി തീരുമാനിക്കേണ്ടത് KPCC അധ്യക്ഷൻ. തനിക്ക് സൗകര്യപ്രദമെങ്കിൽ അന്നേ ദിവസം യോഗത്തിൽ പങ്കെടുക്കും. DCC അധ്യക്ഷന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിൽ അസ്വാഭാവികതയില്ലെന്നും വിശദീകരണം. തിങ്കളാഴ്ച തലസ്ഥാനത്തെത്തിയ AK ആന്റണി ഉമ്മൻചാണ്ടി വീട്ടിലെത്തി കണ്ടെങ്കിലും വഴങ്ങിയില്ലെന്ന് സൂചന. പടലപ്പിണക്കം കാരണം മാറ്റിവെച്ച രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ ചേരാനാകാത്തതിന്റെ സമ്മർദ്ദത്തിൽ KPCC നേതൃത്വം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2575 രൂപ, പവൻ 20,600 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.